ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. അഗ്നിനേത്ര ഭാഗം 16. അവൻ അങ്ങനെ ചോദിച്ചതും അവൾക്ക് ദേഷ്യം വന്നു. എനിക്കിഷ്ടമല്ല. എൻ്റെ വേണ്ടപ്പെട്ടവരല്ലാതെ ആരും എന്നെ ചാരു ഒന്നും വിളിക്കാറില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. ഇത്രയും നേരം വാടിത്തളർന്നു കിടന്നവൾ ഇപ്പോൾ തനിക്ക് മുന്നിൽ പുലിക്കുട്ടിയായി കണ്ടതും അഗ്നിയുടെ ചുടികളിൽ അവൾ അറിയാതെ പുഞ്ചിരി വിരിഞ്ഞു. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്തു വേണം? ഞാൻ വിളിച്ചത് നിന്റെ പേരാണ്. എന്ത് വിളിക്കണം എന്നത് എൻ്റെ ഇഷ്ടം. വിളി കേൾക്കണോ വേണ്ടയോ എന്നത് നിന്റെ ഇഷ്ടം. ഇനി അങ്ങനെ വേണ്ട എന്നാണെങ്കിൽ നിന്റെ പേരിൽ നിന്നും ചാരു എന്ന വാക്ക് എടുത്തു കളഞ്ഞോ. അപ്പോൾ പിന്നെ ആരും വിളിക്കില്ലല്ലോ. ഞാൻ ഇനി നിന്നെ ചാരു എന്ന് മാത്രമേ വിളിക്കൂ. അതും പറഞ്ഞ് അഗ്നി ഫോണും എടുത്ത് ബൈസ്റ്റാൻഡർ ബെഡിൽ ചെന്നിരുന്നു. അവൻ്റെ സംസാരം കേട്ട് അവൾക്ക് ദേഷ്യം വന്നെങ്കിലും അവനെ നോക്കാതെ അവൾ മുഖം തിരിച്ചിരുന്നു. എവിടെ പോയി കിടക്കുവാടി? എത്ര നേരമായി ബാക്കിയുള്ളവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ചെവി അടിച്ചു പോയോ? ഫോൺ അടിക്കുന്നത് കേൾക്കാതെ ഇരിക്കാൻ. മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട് രാവിലെ മീറ്റിംഗ് എന്ന് പറഞ്ഞു പോയവളാ. ഇപ്പം നേരം എത്രയായിടി? നിന്റെ കയ്യിൽ ഫോൺ എന്ന കുന്തണം എന്തിനാ? ഒന്ന് വിളിച്ച് പറഞ്ഞാൽ എന്താ? വാ ഇങ്ങോട്ട്, വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ ദാ ഇച്ചാനെ വിളിക്കാൻ നിൽക്കുകയായിരുന്നു നിന്നെ അന്വേഷിച്ചു വിടാൻ. അവളെ ഒരു നിന്നെ നാവെന്താടി ഇറങ്ങിപ്പോയോ? മറുപടി പറയടി കോപ്പേ. ഗൗരിയുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾ കേട്ടതും കാശി ഫോൺ ചെവിയിൽ നിന്നും മാറ്റിപ്പിടിച്ചു. ചെവിയിൽ വിരലിട്ടിളക്കി. ശേഷം ഫോൺ കാതോട് ചേർത്തു. ഹലോ. മറുപുറത്തു നിന്നും ആൺശബ്ദം കേട്ടതും ഗൗരി ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കി. അതിൽ നച്ചു എന്ന പേര് കണ്ടതും അവൾ തുടർന്ന് സംസാരിച്ചു. ഹലോ, ആരാ ഇത്? നച്ചുവിൻ്റെ ഫോൺ എങ്ങനെ തൻ്റെ കയ്യിൽ കിട്ടി? അവളെവിടെ? ഡോ, താൻ എനിക്ക് സംസാരിക്കാനൊരു അവസരം എന്താ? ആദ്യം കുറെ ചീത്ത വിളിച്ചു, ഇപ്പം അതാ ചോദ്യങ്ങൾ. ഒരു ഗ്യാപ്പ് താടോ. കാശി പറഞ്ഞതും ഗൗരി നിശബ്ദമായി. തൻ്റെ ഫ്രണ്ടിന് ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റി MN ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി വിളിച്ചത്. അയ്യോ, എൻ്റെ നച്ചുവിന് എന്താ പറ്റിയേ? ചോദിക്കുകയും അവൾ ഉച്ചത്തിൽ കരഞ്ഞു തുടങ്ങി. അത് കേട്ടതും കാശി സ്വന്തം തലയിൽ കൈവച്ചു. ഡോ, താൻ കരയാതെ. കാശി കുറെ വിളിച്ചെങ്കിലും അവളെ കരച്ചിലിൻ്റെ ശബ്ദം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. ഗൗരി. കടുപ്പത്തോടെ കാശി വിളിച്ചതും അവൾ പെട്ടെന്ന് കരച്ചിൽ നിർത്തി. അവൻ്റെ വിളിയിൽ അവൾ ശരിക്കും ഭയന്നിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒന്നും പറ്റിയില്ല എന്ന്. താൻ കരയാൻ നിൽക്കാതെ വേഗം ഇങ്ങോട്ട് വാ. ഇവിടെ പെണ്ണുങ്ങൾ ആരുമില്ല. ഞാനിപ്പോൾ വരാം. താൻ ഒറ്റയ്ക്ക് വേണ്ട. രാത്രിയാണ്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ലൊക്കേഷൻ അയക്കേ. ഞാൻ വരാൻ വിളിക്കാൻ. അത് വേണ്ട. കാശി ചെല്ലാമെന്ന് പറഞ്ഞതും അവൾക്ക് ഭയം തോന്നി. അപരിചിതനായ ഒരാൾക്കൊപ്പം ഒറ്റയ്ക്ക് പോകുവാനുള്ള ഭയം. അത് അവളുടെ വിക്കലിൽ നിന്നും കാശിക്കും മനസ്സിലായി. തൻ്റെ നച്ചു പറഞ്ഞാൽ എൻ്റെ കൂടെ വരുമോ? അവളുടെ മറുപടി മൂളലിൽ നിന്നതും കാശി വേഗം ഫോണും കൊണ്ട് റൂമിലേക്ക് കയറി. അവിടെ 2 ദിശയിലേക്ക് നോക്കിയിരിക്കുന്നവരെ കണ്ടതും അവന് സംശയം തോന്നി. എങ്കിലും വേഗം ഫോൺ നേത്രയുടെ കയ്യിൽ കൊടുത്ത് കാര്യം പറഞ്ഞു. നേത്ര ഗൗരിയോട് കാര്യം ചുരുക്കി പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. കാശിയേട്ടൻ ചെന്നോളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേത്ര പറഞ്ഞതും അവൻ അഗ്നിയോട് പറഞ്ഞ് പുറത്തേക്ക് പോയി. കുറേ നേരം പരസ്പരം നോക്കാതെ ഇരുന്നതും നേത്രയ്ക്ക് ബാത്റൂമിൽ പോകാൻ തോന്നി. ട്രിപ്പ് അഴിക്കാതെ പോകാൻ സാധിക്കില്ല എന്നറിയാമെങ്കിലും അവനോട് പറയാനുള്ള മടിക്ക് അവൾ പിടിച്ചിരുന്നു. എന്നാൽ സമയം പോകുന്തോറും അവളുടെ നിയന്ത്രണം വിട്ടു തുടങ്ങി. അവൾ മുഖം തിരിച്ച് അഗ്നിയെ നോക്കി. അവൻ ഫോണിൽ മുഖം പൂത്തിയിരിക്കുന്നത് കണ്ടതും അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് വന്നതും പെട്ടെന്നാരോ അത് തുടച്ചു മാറ്റുന്നറിഞ്ഞതും അവൾ മുഖം ഉയർത്തി നോക്കി. അവളെ ശ്രദ്ധിക്കാതെ അവൻ ട്രിപ്പ് ഓഫാക്കി. എന്തെങ്കിലും വേണമെങ്കിൽ വാ തുറന്ന് പറയണം. അല്ലാതെ അറിയാൻ ഞാൻ കണിയാനൊന്നല്ല. അതെങ്ങനെയാ? വാശിയല്ലേ? ആരെ തോൽപ്പിക്കാനാണാവോ? അവളെ മുഖത്ത് നോക്കാതെ ട്രിപ്പ് അഴിക്കുന്നതിൽ ശ്രദ്ധിച്ച് അഗ്നി പറഞ്ഞതും അവൾക്ക് അത് കേട്ട് സങ്കടം തോന്നിയില്ല. പകരം അവളെ ചുടികളിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. ട്രിപ്പ് അഴിച്ച് തിരിഞ്ഞു നോക്കിയ അഗ്നി തന്നെ നോക്കി പുഞ്ചിരിച്ചിരിക്കുന്നവളെ കണ്ടതും അവനിലെ ദേഷ്യവും പോയി മറഞ്ഞു. അവനെ നോക്കിക്കൊണ്ട് തന്നെ നേത്രപതിയെ കട്ടിൽ നിന്നും എഴുന്നേറ്റു. എന്നാൽ എഴുന്നേറ്റ് നിന്നതും അവൾക്ക് പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തോന്നി. പിന്നിലേക്ക് മറയാൻ പോയതും അഗ്നി അവളെ ചേർത്തു പിടിച്ചു. നേത്ര അവനെ ഒന്ന് നോക്കി അവനെ വിട്ട് അകന്ന് നടക്കണമെന്ന് മനസ്സ് പറയുമ്പോഴും
തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് നടക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അവനോട് ചേർന്ന് പതിയെ മുന്നോട്ട് നടന്നു. അവളെ താങ്ങി കൂടെ അഗ്നിയും. അവൾ വാഷ്റൂമിൽ നിന്നും പുറത്തിറങ്ങുന്നതുവരെ അഗ്നി പുറത്ത് കാത്തുനിന്ന് അവൾ പുറത്തിറങ്ങിയതും അവളെ പിടിച്ചു നടത്തി കട്ടിലിൽ കൊണ്ടിരുത്തി. ഫോണിൽ തുടർച്ചയായി അഗ്നിക്ക് ബിസിനസ് കോളുകൾ വരുന്നതും അവൻ കുറേ കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യാൻ പറയുന്നത് കേട്ടതും അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. സർ പോയിക്കോളൂ. എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തു തന്നതിന് തന്നെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സാറിൻ്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ പറയുന്നത് കേട്ടതും അവൻ ദേഷ്യത്താൽ മറുപടി പറയാൻ വന്നതും നേത്രയുടെ ഫോൺ അടിച്ചതും ഒരുമിച്ചായിരുന്നു. അഗ്നിയും നേത്രയും ഒരുമിച്ച് ഫോണിലേക്ക് നോക്കി. സ്ക്രീനിൽ എഡിച്ചായൻ എന്ന് കണ്ടതും അവൻ ദേഷ്യം അടക്കിപ്പിടിച്ച് ഫോൺ എടുത്ത് അവൾക്ക് കൊടുത്തു. ഫോണിലേക്ക് നോക്കിയതും നേത്രയുടെ മുഖം സന്തോഷത്താൽ വിടർന്നു. എഡിച്ചായ? നേത്ര സ്നേഹത്തോടെ അവനെ വിളിച്ചതും അഗ്നി കാറ്റു വേഗത്തിൽ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അത് നേത്ര കണ്ടെങ്കിലും കാര്യമാക്കാതെ അവനോട് സംസാരിച്ചു. ഇന്ന് നടന്ന കാര്യങ്ങൾ പറഞ്ഞതും അവൻ കുറെ ചീത്ത പറഞ്ഞെങ്കിലും ഒരുവിധം അവൾ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഫോൺ വെച്ചു. ഇതേ സമയം പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നവൻ്റെ മനസ്സ് പലവിധ ചിന്തകളാൽ അസ്വസ്ഥമായിരുന്നു. അവളുടെ ഫോണിൽ വേറൊരാണിൻ്റെ കോൾ വന്നപ്പോൾ തനിക്ക് എന്തിനാണ് ദേഷ്യം വന്നതെന്നും അവനെ അവൾ ഇച്ഛായൻ എന്ന് വിളിച്ചപ്പോൾ തൻ്റെ നെഞ്ച് എന്തിനാണ് പിടഞ്ഞതെന്നും വെറും ഒരു എംപ്ലോയിയായി അവൾക്ക് വേണ്ടി എന്തിനാണ് താൻ സമയം കളഞ്ഞ് ഇവിടെ നിൽക്കുന്നതെന്നും എന്താണെന്ന് അവൾ വേദന കാണുമ്പോൾ തൻ്റെ മനസ്സ് പതറുന്നതെന്നും പലവിധ ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിൽ ഉയർന്നു വന്നു. അവൻ കണ്ണുകൾ അടച്ച് അവിടെയുള്ള കസേരയിലിരുന്നു. മനസ്സിലേക്ക് അനാമികയുടെ മുഖവും അവളുടെ പ്രവൃത്തികളും ഓർമ്മ വന്നതും അവന് വല്ലാത്ത ദേഷ്യം വന്നു. ഇവളും പെണ്ണാണ്, അനാമികയെ പോലെ ഒരു പെണ്ണ്. ചതിക്കും. ഇപ്പോൾ ഫോണിൽ വിളിക്കുന്നവൻ അവളുടെ എത്രാമത്തെ കാമുകനാണെന്ന് ആർക്കറിയാം? അവരോടൊന്നും യാതൊരുവിധ അനുകമ്പയും കാണിക്കേണ്ട കാര്യമില്ല. അത്രയും നേരമുണ്ടായിരുന്ന ഭാവം മാറി നിമിഷങ്ങൾക്കകം അവൻ പഴയ അഗ്നിയായി മാറി. അർജൻറ്റായി പുറത്തു പോകുന്നു എന്ന് കാശിക്ക് മെസ്സേജ് അയച്ച് അവൻ അവിടെ നിന്നും പോയി.